നന്നായിട്ട് പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴം ഇനി കളയലേ നല്ലൊരു പലഹാരം റെഡിയാക്കും. 2 നേന്ത്രപ്പഴം ഇതുപോലെ ഒന്ന് അരിഞ്ഞ് മിക്സി ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി മിക്സിയുടെ വലിയ ജാറിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കാം. തണുപ്പില്ലാത്ത മുട്ട വേണേൽ ചേർത്ത് കൊടുക്കാനായിട്ട്. അരക്കപ്പ് അളവിൽ പഞ്ചസാരയും 1/4 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് കൊടുത്ത് 1 മിനിറ്റ് നല്ല ഹൈ സ്പീഡിലൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് അരക്കപ്പ് അളവിൽ ഓയിലൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കും. തന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ ഉപ്പും നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ പഴത്തിൻ്റെ ആ മിക്സ് കൂടി മുഴുവനായി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി ഒരു കേക്ക് ടിന്നിലേക്ക് കുറച്ച് ഓയിൽ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ബട്ടർ പേപ്പറോ ഇല്ലെങ്കിൽ കുറച്ച് മൈദ ഇട്ട് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക. റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ മുഴുവൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് 3 തവണ ഒന്ന് ടാപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഒരു കുക്കറിലേക്ക് കുറച്ച് ഉപ്പ് ഒരു സ്റ്റാൻഡ് ഇറക്കി ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കി. ഇനി റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഇതിലേക്ക് വെച്ച് കൊടുത്ത് ലോ ഫ്ലെയിമിലാക്കി കുക്കർ അടച്ചു വെക്കുന്ന സമയത്ത് എൻ്റെ ഗ്യാസ്കറ്റും അതുപോലെ തന്നെ വെയിറ്റും മാറ്റാൻ മറക്കല്ലേ. എന്നിട്ട് ഒരു 30 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതി. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം റെഡിയാണേ.